എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 67-ാം ദിവസം. ഇന്ന് 661 മുതൽ 670 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം സദസദ്രൂപധാരിണ്യേ നമഃ. ഓം അഷ്ടമൂർത്തിയേ നമഃ. ഓം അജാജൈത്രിയേ നമഃ. ഓം ലോകായാത്രാവിധായിന്യേ നമഃ. ഓം ഏകാകിന്യേ നമഃ. ഓം ഭൂമരൂപായേ നമഃ. ഓം നിർദ്വൈതായേ നമഃ. ഓം ദ്വൈതവർജിതായേ നമഃ. ഓം അന്നദായേ നമഃ. ഓം വസുദായേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം സദസദ്രൂപധാരിണ്യേ നമഃ. ഓം അഷ്ടമൂർത്തിയേ നമഃ. ഓം അജാജൈത്രിയേ നമഃ. ഓം ലോകായാത്രാവിധായിന്യേ നമഃ. ഓം ഏകാകിന്യേ നമഃ. ഓം ഭൂമരൂപായേ നമഃ. ഓം നിർദ്വൈതായേ നമഃ. ഓം ദ്വൈതവർജിതായേ നമഃ. ഓം അന്നദായേ നമഃ. ഓം വസുദായേ നമഃ. ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം. സദസദ്രൂപധാരിണ്യേ നമഃ. സദസദ്രൂപധാരിണി. സത്തും അസത്തും എന്ന് വെച്ചാൽ ഇവ രണ്ടും ദേവി തന്നെയാണ്. സത്ത് എന്ന് വെച്ചാൽ നല്ലത്, സദ്രൂപം. സത് അസത്. സത് അസത് രൂപധാരിണ്യേ നമഃ എന്ന് പറഞ്ഞാൽ സത്തും അസത്തും ദേവി തന്നെയാണ്. ഇവ രണ്ടും ദേവി തന്നെയാണ്. അങ്ങനെയുള്ളവളാണ് സദസദ്രൂപധാരിണി. ഓം അഷ്ടമൂർത്തിയേ നമഃ. അഷ്ടമൂർത്തി, 8 മൂർത്തികൾ. ലക്ഷ്മി, മേധ, ധര, ഗൗരി തുടങ്ങിയ 8 മൂർത്തികളും ദേവി തന്നെയാണ്. അതുകൊണ്ട് അഷ്ടമൂർത്തി. അജാജൈത്രിയേ നമഃ. ഓം അജാജൈത്രിയേ നമഃ. അജ എന്ന് വെച്ചാൽ അവിദ്യയെ ജയിക്കുന്നവൾ. അജാജൈത്രി, അവിദ്യയെ ജയിക്കുന്നവൾ. ഓം ലോകായാത്രവിധായിന്യേ നമഃ. ഈ ലോകത്തിൻ്റെ ഗതിയെ ശരിയായ രീതിയിൽ സംവിധാനം ചെയ്യുന്നവൾ. ലോകയാത്രാവിധായിനി. ഈ ലോകത്തിൻ്റെ ഗതി, ഈ ലോകത്തിൻ്റെ ചലനം ശരിയായ രീതിയിൽ സംവിധാനം ചെയ്യുന്നവളാണ് ദേവി. ഓം ഏകാകിന്യേ നമഃ. ഏകാകിനി. ദേവി എപ്പോഴും എന്നും ഉണ്ട്. ദേവി എന്നും എപ്പോഴും ഏകാകിനിയാണ്. ദേവി മാത്രമേ ഉള്ളൂ ഇവിടെ സ്ഥിരമായിട്ടിരിക്കുന്നത്. അപ്പോൾ ദേവി ഏകാകിനി. ഓം ഭൂമരൂപായേ നമഃ. ഭൂമരൂപ, സർവത്ര വ്യാപിച്ചിരിക്കുന്നത്, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ദേവിയാണ്. ഓം നിർദ്വൈതായേ നമഃ. ദ്വൈതഭാവമില്ലാത്തത്. ദ്വൈതഭാവം എന്ന് വെച്ചാൽ 2 ഭാവം. ദേവിക്കെന്നും ഒരേ ഭാവമേ ഉള്ളൂ. ദേവിക്കെന്നും ദ്വൈതഭാവമില്ലാത്തത്. 2 ഭാവമില്ല. എന്നും ഒരേപോലെ ഒരേ ഭാവത്തിലാണ് ദേവി ഇരിക്കുന്നത്. ദ്വൈതവർജിതായേ നമഃ. 2 എന്ന അവസ്ഥയ്ക്ക് അതീതയായവൾ. ഒരേ രൂപമേ ഉള്ളെന്ന് പറഞ്ഞ് ഒരേ ഭാവമേ ഉള്ളൂ. 2 ദ്വൈതവർജിത എന്ന് വെച്ചാൽ 2 എന്ന അവസ്ഥയ്ക്ക്, 2 രൂപം അല്ലെങ്കിൽ 2 ഭാവം എന്ന അവസ്ഥയ്ക്ക് അതീതയായവൾ, അതിന് മീതയായവൾ എന്നാണ്. അന്നദായേ നമഃ. സർവ്വ ജീവരാശികൾക്കും അന്നം ദാനം ചെയ്യുന്നവൾ. അപ്പം താൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും അന്നം ദാനം ചെയ്യുന്ന ദേവിയാണ്. അതാണ് അന്നപൂർണേശ്വരി. ഇപ്പോൾ ലളിതാ പരമേശ്വരി തന്നെയാണ് അന്നപൂർണേശ്വരി. ഓം വസുദായേ നമഃ. എല്ലാ ജീവജാലങ്ങൾക്കും ധനധാന്യാദികളെയും നൽകുന്നവൾ ദേവി. വസുദ. വസുദ എന്ന് വെച്ചാൽ ധനം. എല്ലാ ജീവജാലങ്ങൾക്കും ധനധാന്യാദികളെയും നൽകുന്നവൾ ദേവി. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ ദേവിയെ അറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഓരോരോ നാമങ്ങളിൽ കൂടെ ദേവിയെ കൂടുതൽ അറിയുകയാണ്. ഇങ്ങനെ ഓരോരോ നാമങ്ങളിൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോഴാണ് നമുക്ക് ദേവീപ്രസാദം ഉണ്ടാകുന്നത്. ദേവീപ്രസാദം എല്ലാവർക്കും കൂടിയേ തീരൂ. അപ്പോൾ ദേവീപ്രസാദത്തിന് വേണ്ടി നമുക്ക് ശുദ്ധിയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ദേവിയെ ഭജിക്കാം, ദേവിയെ ഉപാസിക്കാം. ദേവിയെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് നമുക്ക് ദേവിയോട് പ്രപഞ്ചമാതാവായ അമ്മയുടെ അനുഗ്രഹം നമുക്കും ഉണ്ടാകട്ടെ. അങ്ങനെ ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം
എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.